Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024-ൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സിനും അതുപോലെ ബി.ഫാം കോഴ്സിനും അഡ്മിഷൻ ലഭിക്കാനുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിന്റെ സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നു. ഓഗസ്റ്റ് 13 മുതൽ 16 വരെയാണ് നമുക്ക് ഓൺലൈനായി ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം. നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, കീമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ച വിദ്യാർത്ഥികൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സിന് ലഭിക്കാത്തവർ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളും സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. നമുക്കറിയാം, പങ്കെടുക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കേരള എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുക്കുക. ഇനി സെക്കൻഡിൽ പങ്കെടുക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റിൽ ചെയ്തതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യണ്ട, കോഴ്സുകളുടെയോ ക്യാമ്പസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്യണ്ട. നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും ക്യാമ്പസുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗിൻ്റെ പുതിയ കോഴ്സുകളോ ക്യാമ്പസുകൾക്കോ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പസ് മാത്രം അവിടെ ഡിസ്പ്ലേയിൽ വരും. അതുപോലെ ആർക്കിടെക്റ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തുടങ്ങുകയാണ്. അപ്പോൾ ആ ആർക്കിടെക്റ്റ് കോഴ്സുകളുടെ ക്യാമ്പസുകളും ഡീറ്റെയിൽസും അവിടെ ഡിസ്പ്ലേയിൽ വരും. ഇതിനോടൊപ്പം ബി.ഫാം കോഴ്സുകൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലുള്ള ക്യാമ്പസുകൾ അവിടെ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ മുൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നാം കൊടുത്തിരിക്കുന്നത് കൂടാതെ പുതിയതായിട്ട് എൻട്രൻസ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന ക്യാമ്പസുകൾ മാത്രമേ അവിടെ ഡിസ്പ്ലേയിൽ വരികയുള്ളൂ. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ നാം ഓപ്ഷൻ കൊടുത്തിരുന്നതിൽ ബേസ് ചെയ്തിട്ട് ഒരു കോഴ്സ് നമുക്ക് കിട്ടി, ആ കിട്ടിയതിന് മുകളിലേക്കുള്ളത് മാത്രമേ ഇവിടെ നിലനിൽക്കും, ബാക്കിയുള്ളത് മുഴുവൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 100 ക്യാമ്പസാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാം കൊടുത്തത്, അതിൽ 10th വണ്ണാണ് അല്ലെ 50th വണ്ണാണ് നമുക്ക് ലഭിച്ചത്, അതിന് താഴേക്കുള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ബാക്കി മുകളിലേക്കുള്ള ഹയർ ഓർഡറിലുള്ള മുഴുവൻ കോഴ്സ് ആയിരിക്കും അവിടെ നിലനിൽക്കുക. അപ്പം നാം ചെയ്യേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷമുള്ള ടോപ്പിലുള്ള ക്യാമ്പസുകളും പുതിയതായിട്ട് വന്ന കോഴ്സുകളും അവിടെ കാണിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ഒക്കെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം, ക്യാമ്പസുകൾ മാത്രം ഓർഡറിൽ നമ്മൾ അവിടെ എൻട്രി ചെയ്യുക. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ക്യാമ്പസ് അവിടെ നമുക്ക് നിലനിൽക്കും. ഇനി അവിടെ തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി നമ്മൾ നേരത്തെ കൊടുത്ത മുകളിലുള്ളതെല്ലാം നാം ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് മാത്രം അവിടെ നിലനിർത്തിയിട്ട് കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഈ ക്യാമ്പസ് അല്ല, കുറച്ചുകൂടെ നല്ലത് എനിക്ക് വേണം എങ്കിൽ ആ വേണ്ട ക്യാമ്പസുകൾ പ്രയോറിറ്റി ഓർഡറിൽ നാം വീണ്ടും അവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നാം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ കൺഫർമേഷൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 13th മുതൽ 16th വരെ മാത്രമാണ്. ഈ 3 ദിവസം കൊണ്ട് ഈ കൺഫർമേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഡിസ്പ്ലേയിൽ വരികയുമില്ല. അപ്പം നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു സീറ്റ് അനുവദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. 13th മുതൽ 16th വരെ നമ്മൾ കൊടുത്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതാണ് ലഭിക്കുന്നത് എന്ന് 19th അറിയാം. അപ്പോൾ ആ 19th ഡേയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ആ 19th എന്ന് പറയുന്ന ആ ഒരു ഡേയിൽ നമുക്ക് തരും. അതിനുശേഷം 20th അലോട്ട്മെൻറ്റ് വരിക. 20th അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഒന്നുമില്ല. എല്ലാ ഡോക്യുമെൻസുമായി നാം കോളേജുകളിൽ പോയി അഡ്മിഷൻ നേടണം. നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് എത്ര രൂപയാണോ ഫീസ് അടച്ചിരുന്നത്, ബാലൻസിലുള്ള എമൗണ്ടുകൾ, അത് കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസുകളും അവിടെ വരുന്ന കോഷൻ ഡിപ്പോസിറ്റുകളും ആ കോളേജിൻ്റെതായ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ക്യാമ്പസിൽ പോയി അഡ്മിഷൻ നേടേണ്ട ടൈമാണ് 21st മുതൽ 27th വരെ. ഈ ഡേറ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൻ്റെയാണ്. ഇനി ഇതിൽ തന്നെ ആർക്കിടെക്റ്റ് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 21st 24th ഇടയ്ക്ക് ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ 19th ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, ആദ്യം കിട്ടിയ ക്യാമ്പസ് എനിക്ക് ഇഷ്ടമായിരുന്നു,
ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ ആ ക്യാമ്പസ് മാത്രം നിലനിർത്തുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ഒരു നല്ലതായിരുന്നു, മോശം ഒരെണ്ണം നമ്മൾ സെക്കൻഡിലേക്ക് കൊടുത്തു, അത് നമുക്ക് തന്നാൽ പഴയത് തന്നെ എനിക്ക് മതി എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതാണോ നമുക്ക് ലഭിക്കുന്നത്, നാം അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് എൻട്രൻസ് കമ്മീഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ചില കാൻഡിഡേറ്റ്സ് മുൻ വർഷങ്ങളിലൊക്കെ ചെയ്യുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ക്യാമ്പസ് കിട്ടി, ഒരു കോഴ്സ് ലഭിച്ചു, അത് ഇഷ്ടമാണ്, അത് ഫീസും അടച്ചു, എൻട്രൻസ് കമ്മീഷൻ ഫീസ് അടച്ചു. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിന് മുകളിൽ കിടക്കുന്ന ഒന്നും ഡിലീറ്റ് ചെയ്യാതെ കൺഫർമേഷൻ കൊടുക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? എൻട്രൻസ് കമ്മീഷണറുടെ ചിന്ത, നാം ഈ കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ഉള്ളതാണ് മുകളിൽ കിടക്കുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അടുത്ത അലോട്ട്മെൻറ്റിൽ ഇതിന് മുകളിലുള്ളൊരു ക്യാമ്പസിലേക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ തരും. അങ്ങനെ തന്നാൽ നാം അങ്ങോട്ട് പോയേ മതിയാവും. എനിക്കിനി അത് വേണ്ട, നേരത്തെ ഫീസ് അടച്ചത് തന്നെ മതി എന്ന് പറയാനേ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ 19th എന്ന് പറയുന്ന ഡേ, നമുക്ക് പ്രൊവിഷണൽ ഡിക്ലെയർ ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ദിവസത്തിന് മുമ്പായി 13th 16th ഇൻ ബിറ്റ്വീൻ എഞ്ചിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്റ്റിൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. 19th പ്രൊവിഷണൽ ചെക്ക് ചെയ്യുക. 21st മുതൽ 27th വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ക്യാമ്പസിൽ പോയി അഡ്മിഷൻ നേടുക. ഈ അഡ്മിഷൻ നേടുന്നതാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ പോകാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എൻട്രൻസിൻ്റെ ഓരോ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്തും, അല്ലെങ്കിൽ അത് എഞ്ചിനീയറിംഗ് സെക്ടർ ആവട്ടെ, മെഡിക്കൽ സെക്ടർ ആവട്ടെ, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആവട്ടെ, ഏത് സെക്ഷനിലും വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ എക്സ്പേർട്ട് ടീം കൂടെ ഉണ്ടാവും. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ പുതിയ ന്യൂസും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഇതുപോലെ തന്നെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റും സ്റ്റേ വേക്കൻസി വരുന്ന സമയത്തും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇനി ഈ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴും എനിക്ക് ഏറ്റവും നല്ലൊരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചിട്ടില്ല, എനിക്ക് അത്ര ഉയർന്നൊരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചില്ല, അവിടെയും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഇനിയും അവസരങ്ങളുണ്ട്. ആ ഒരു അവസരത്തിൽ ഏറ്റവും നല്ല വിജയം നേടാൻ, അതേപോലെ ട്രെയിനിങ്ങോടുകൂടി വിജയം നേടിയെടുക്കാൻ, ഏറ്റവും നന്നായി പഠിച്ച് വിജയം നേടിയെടുക്കാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും കൂടെയുണ്ട്. റിപ്പീറ്റർ ബാച്ചിലൂടെ പഠിക്കാം, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടൊപ്പം പഠിക്കാം. കാര്യം അത്ര നല്ല വിജയമാണ് ആൽഫ അക്കാഡമി കഴിഞ്ഞ 25 years ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കാനും നിങ്ങളെ ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും സിസ്റ്റമാറ്റിക്കായ ഒരു മെത്തേഡ് നമ്മുടെ പഠന സമയത്തും ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.